നമസ്തേ. നമസ്തേ. നമുക്കിന്ന് നമുക്കിന്ന് ഏറെ ഇഷ്ടമുള്ള ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാം, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ താല്പര്യമുള്ള ഒരു വിഷയം എന്തായിരിക്കും അത്, അല്ലേ? എന്നാൽ ആർക്കും താല്പര്യമില്ലാത്ത വിഷയം, അതിനെപ്പറ്റി തന്നെയാവട്ടെ ഇന്നത്തെ സംസാരം, അല്ലേ? എല്ലാവരും താല്പര്യമുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരാളും ആഗ്രഹിക്കാത്ത, എന്നാൽ നിത്യസത്യമായ ഒരു കാര്യത്തെ കൂടി നമുക്കിന്ന് സംസാരിക്കാം. എന്തുകൊണ്ടായിരിക്കും ഞാൻ അത്തരം കാര്യത്തെ സംസാരിക്കാൻ തയ്യാറായത് എന്ന്? കാരണം മനുഷ്യന് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ എല്ലാവരും പറയും എനിക്ക് സത്യമാണ് ഇഷ്ടം, ഞാൻ സത്യത്തെ തേടിയിരിക്കുന്നു, ഞാൻ സത്യമാണ് ചെയ്യുന്നത് എന്നൊക്കെ മനുഷ്യൻ പറയും. പക്ഷേ യഥാർത്ഥ സത്യത്തെ നിന്നും അവൻ ഒളിച്ചോടാൻ എപ്പോഴും സദാ തയ്യാറാവുന്നു എന്നുള്ളത് ഒരു സത്യമാണ് കേട്ടോ. കാരണം അവനത് ഇഷ്ടമല്ല. സത്യമാണ് അവനെല്ലാം വേണ്ടതെങ്കിലും, പക്ഷെ മറ്റുള്ളവർ സത്യം ചെയ്യുന്നത് അത് അവന് ഓക്കെയാണ്. പക്ഷെ അവനവൻ ആ സത്യത്തിലേക്ക് നടന്നെടുക്കുന്നത് അവനെ സംബന്ധിച്ച് അത്ര കണ്ട് എളുപ്പമുള്ള മാർഗമല്ല, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാർഗമല്ല എന്നുള്ളതാണ് വേദാന്തങ്ങൾ തന്നെ നമുക്ക് മുന്നിൽ പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മരണഭയത്തെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ മരണഭയം എന്നതിനപ്പുറത്തേക്ക് അമൃതത്വത്തിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ ശരിയാവും അല്ലെ? ആദ്യത്തെ വരി ഞാൻ കട്ട് ചെയ്ത് രണ്ടാമത്തെ വരിയിൽ അമൃതത്വത്തിലേക്കുള്ള യാത്രയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തയ്യാറാവുമല്ലോ? ആണോ അല്ലേ? സ്വർണ്ണം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയ ആൾക്കാരെ എല്ലാവരും അമൃതത്വത്തിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ എല്ലാവർക്കും തയ്യാറാണ് അല്ലേ? അല്ലേ? ആണോ അല്ലയോ? അപ്പോ എല്ലാവർക്കും സുഖാണോ? ആണ്. മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും നടുക്കമാണ് തോന്നുന്നത്. യോ യോ ഇതിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് വിചാരിക്കേണ്ട. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു ബാക്ക് പാക്ക് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു ബാക്ക് പാക്ക് എപ്രകാരമാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിലെ സായം സന്ധിയിൽ നമുക്കും ചിലത് പാക്ക് ചെയ്യാൻ സാധിക്കും. ആ പാക്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ ഭയത്തെ മാറ്റി പകരം ഭക്തിയെ നിറക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നമ്മുടെ ശാന്തിപഥം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നമ്മുടെ ഈ വലിയ കുടുംബത്തിലേക്ക്, ഹാപ്പിനെസ് മസ്തി ഹബിൻ്റെ വലിയ കുടുംബത്തിലേക്ക്, നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നടത്തുന്ന ഈ ചാരിറ്റിയുടെ ഈ കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇവിടെ സനാതനധർമ്മത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള നാമജപങ്ങളും അതുപോലെ തന്നെ സന്ധ്യാവന്ദനവും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ചെറിയ ചെറിയ പ്രഭാഷണങ്ങളും ഗീതാപാരായണങ്ങളും ഒക്കെയാണ് നടത്തുന്നത്. അപ്പൊ ഇതിലുള്ള വീഡിയോകൾ ചിലപ്പോൾ നിങ്ങൾക്കൊതുങ്ങുന്ന രീതിയിൽ, നിങ്ങൾക്കും നമുക്കും വേണ്ടുന്ന, സമൂഹത്തിന് വേണ്ടുന്ന രീതിയിൽ ചെയ്യാനാണ് ഞങ്ങൾ എപ്പോഴും താല്പര്യപ്പെടുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമുള്ള എൻ്റെ ഈ ചെറിയൊരു അറിവ് പങ്കുവയ്ക്കലും ദിവസവും വൈകുന്നേരം സന്ധ്യാധാമത്തുള്ള നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ക്ലാസ്സുകളും കൂടാതെ ഗീതാപാരായണവും ലളിത സഹസ്രനാമവും ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. കാരണം പുണ്യം അങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അമൃതത്വത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആദ്യം ആ ഒരു വലിയ വേദവാക്യം തന്നെ ഒന്ന് പരിശോധിക്കാം. എല്ലാ ജീവിതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തോ ഒന്നിനെ തേടലാണ്. ആ തേടലിന്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ഗുരുവിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ ആരാണ് എന്നുള്ള തേടലിന്റെ ഒരു
മെഡിറ്റേഷൻ നമ്മൾ നിത്യവും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ചില ഭാഗങ്ങൾ നിങ്ങൾക്കിവിടെ ഈ ചാനലിൽ തന്നെ ഒരു കോഴ്സ് രൂപേണയായി ലഭിക്കും. നിങ്ങൾക്കിവിടെ കാണുന്നവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഒരു പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്കത് സ്വായത്തമാക്കാൻ സാധിക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, ഞാനെന്ന സത്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ആദിഗുരുവിൻ്റെ ശങ്കരാചാര്യരുടെ വാക്കുകളിൽ നിന്നുള്ള പഠനങ്ങൾ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, ആ വേദവാക്യത്തിൻ്റെ അഹം ബ്രഹ്മാസ്മി, അതായത് ആ ഞാൻ പരമാത്മാവിൻ്റെ ഭാഗമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ, ആ ഒരു അമൃതിൻ്റെ യാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഉപനിഷത്തിൽ തത് മസി എന്ന് പറയുന്ന വാക്കിൽ നിന്നും അത് നീ തന്നെയാകുന്നു, അത് നീയാകുന്നു എന്നുള്ള സത്യത്തിലേക്ക്. അപ്പോൾ അമൃതത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ആരാണ് എന്നതിൻ്റെ സത്യമാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം, ഞാൻ ഈ കൈകാലുകളുള്ള ദേവകി അമ്മയാണ്, ഭവാനി അമ്മയാണ്, സരസ്വതി അമ്മയാണ്, അല്ലാതെ രാജീവാണ് അല്ലെങ്കിൽ ദിനേശാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. അത് സ്വാഭാവികമാണ്. ഇവിടെയാണ് നമ്മൾ വീണ്ടും ഇപ്പോൾ ഗുരുവന്ദനത്തിൽ ചൊല്ലിയതുപോലെ നാം ഈ ശരീരമല്ലെന്നും ശരീരമെന്നത് ആത്മാവിന് താമസിക്കാൻ ദൈവം തന്ന ഒരു വാടക വീട് മാത്രമാണെന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വീട് പഴയതാകുമ്പോൾ നമ്മൾ പുതിയ വീട് പണിയും, അല്ലെങ്കിൽ പഴയ വീട് ഉപേക്ഷിക്കും. അത്രമാത്രമാണ് നമ്മൾ മരണം എന്ന സത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടലിലെ തിരമാലകളെ ഒന്ന് നോക്കുക. തിരമാലകൾ ഉയരുന്നു, താഴ്ന്ന് കടലിൽ തന്നെ ചേരുന്നു. തിരമാലകൾക്ക് കടലിൽ നിന്ന് വേറിട്ട് ഒരു നിലനിൽപ്പ് എന്നെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ പോലും പറ്റുമോ? അല്ലെങ്കിൽ കടൽ കടലില്ലെങ്കിൽ തിരമാലകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നും ആ തിരമാലകൾ കടലിലേക്കടിക്കുന്ന വായുവിൻ്റെ മാത്രം സൃഷ്ടിയാണെന്നും മനസ്സിലാക്കുമ്പോൾ നാമും ഈ പ്രപഞ്ചനാഥനും ഒരു ചെറിയ തിരമാല മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് കടലിലേക്ക് ചേരുമ്പോൾ നമ്മൾ ഇല്ലാതാകുന്നില്ല എന്നും, അല്ലെങ്കിൽ ആ തിരമാലകൾ തിരിച്ച് കടലിലേക്ക് ചെല്ലുമ്പോഴും തിരമാല അവിടെ തന്നെ ഉണ്ടെന്നും, പൊങ്ങി വരുന്ന അതിനെ പൊക്കുന്ന കാറ്റിന് മാത്രമാണ് മാറ്റം സംഭവിച്ചത് എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ തിരമാലകൾ നാം ആണെങ്കിൽ നാം കടലിലോട്ട് തിരിച്ച് പോകുന്നു, യോജിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ സ്പഷ്ടം. ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ന ജായതേ മ്രിയേത് വാ കഥാചിൻ എന്ന്. അതായത് ആത്മാവ് എന്നത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതിനെ ആയുധം, അല്ലെ, വാ കഥാചിൻ, ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കാനാവില്ല, തീ കൊണ്ട് പൊള്ളിക്കാനും ആവില്ല. അപ്പോ ഓർത്തു നോക്കുക, നിങ്ങൾ പണ്ട് കൊടുത്ത പഴയ സാരികൾ ഇപ്പോഴും ഓർമ്മയുണ്ടോ? മറ്റുള്ളവർക്ക് സഹായിച്ച്, അല്ലേ, പഴകി കഴിഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ച ആ സാരികൾ, അതിന് പകരം നിങ്ങൾ പുതിയത് വാങ്ങി. അതുപോലെ മാത്രമാണ് ഈ ശരീരം എന്ന വസ്ത്രം. പഴകുമ്പോൾ ആത്മാവത് ഊരി വെക്കുന്നു. ഈ സത്യം അറിഞ്ഞാൽ മാത്രം മതിയല്ലേ? പിന്നെ എന്തിനെയാണ് നമ്മൾ പേടിക്കുന്നത്? ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന എത്ര പേർക്ക് പണ്ട് തുന്നിയ ബ്ലൗസ് ഇപ്പോഴും പാകമായി ഇരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 20 വർഷം മുമ്പ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന വസ്ത്രമായാലും ഉപയോഗിച്ചിരുന്ന വസ്ത്രമായാലും ഇന്ന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലേ?
അന്ന് ആ ശരീരം, അന്നുണ്ടായ ആ ശരീരം ഇന്ന് മാറിപ്പോയിരിക്കുന്നുവെന്ന്. എന്നിട്ടും നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുന്നുവെങ്കിൽ, ശരീരത്തിന് മാറ്റമുണ്ടായിട്ടും നിങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല എങ്കിൽ, കുട്ടിക്കാലത്ത് ചെറുപ്രായത്തിൽ കളിച്ചു നടന്ന നിങ്ങളുടെ ആ മനസ്സ് ഇപ്പോൾ അങ്ങനെ കളിച്ച് നടക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നുവെങ്കിൽ, ആ ശരീരത്തിൽ അന്ന് ഊർജ്ജസ്വലമായിരിക്കുന്ന ശരീരം അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന രക്തം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത് മുട്ടുകാലിൽ നീരായി മാത്രം അവശേഷിക്കുന്നുവെങ്കിലും കളിക്കാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. അപ്പോൾ എവിടെയാണ് മാറ്റം വന്നത്? ആത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സത്വത്തിൽ മാറ്റമില്ലാതെയും ശരീരത്തിൽ മാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ശരീരം എങ്ങനെയോ പഴകിപ്പോയി എന്നതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെ നമ്മൾ പിടിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മാത്രമാണ് ഈ ശരീരം മാറിയാലും നിങ്ങൾ മാറില്ല എന്നുള്ള സത്യം ഒന്ന് ഉൾക്കൊള്ളണം. ഇവിടെ നിങ്ങളെല്ലാവരും കേട്ടൊരു കഥ ഞാനത് ചെറുതായി ഒന്ന് പറഞ്ഞു പോവാം. മരണത്തെ പേടിയില്ലാത്തൊരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കഥകൾ കേട്ടിട്ടുണ്ടോ? അയാളുടെ പേരായിരുന്നു മാർക്കണ്ഡേയ. പറഞ്ഞു വെറും 16 വയസ്സ് മാത്രമേ ആയുസ്സുള്ളൂ എന്നുള്ളത്. 16 വയസ്സ് വരുമ്പോൾ കാലൻ പശുവുമായി കാലൻ അതിൻ്റെ പാശവുമായി വന്നപ്പോൾ ആ കുട്ടി ഒരിക്കലും പേടിച്ചോടിയില്ല. നിങ്ങളോ? ഓടുമോ? 80, 75, 80 വയസ്സായിട്ട് പോലും നിങ്ങൾ ശരീരത്തിന് അവിടെ എവിടെ പൊട്ടലും ചിറ്റലുകളും സംഭവിച്ചിട്ട് പോലും കാലൻ വന്നാൽ നിങ്ങൾ ഓടുമോ? നിങ്ങൾ അവിടെ ഇരിക്കുമോ? മാർക്കണ്ഡേയന്റെ കഥ അവിടെ വളരെ പ്രശസ്തമായി മനസ്സിലാക്കണം. ആ കുട്ടി പകരം തൻ്റെ പ്രിയപ്പെട്ട മഹാദേവന്റെ ലിംഗത്തെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഭക്തിയുടെ മുന്നിൽ കാലന് പോലും തോറ്റു കൊടുക്കേണ്ടി വന്ന കഥ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാലനാണോ കാലന്റെ തീരുമാനങ്ങളെ പോലും മാറ്റാൻ മഹാദേവനുമായിട്ടുള്ള ഭക്തി, അചഞ്ചലമായിട്ടുള്ള ആ ഭക്തിക്ക് സാധിച്ചു. നമ്മൾ എന്തിനെയാണ് മുറുകെ പിടിക്കുന്നത് ഇവിടെ? നമ്മൾ മഹാദേവന്റെ ലിംഗത്തെ പിടിക്കുന്നുവോ? അല്ല, സ്വത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇവിടെയാണ് പ്രശസ്തി. നമ്മൾ എന്തിനെയാണോ മുറുകെ പിടിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ പേടി. നമ്മൾ വീടിനെയും പണത്തെയും മക്കളെയുമാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ഇതാണ് ഭൗതികമായ സമ്പത്തുകൾക്ക് വേണ്ടിയിട്ടാണ്, അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നതെങ്കിൽ നമുക്ക് മരിക്കാൻ പേടിയായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ മാർക്കണ്ഡേയനെ പോലെ ഭഗവാന്റെ പാദങ്ങളെ അല്ലെങ്കിൽ ഭഗവാനെ തന്നെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ കാലം വന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം നിന്റെ ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നാലും ഞാൻ എങ്ങനെ എൻ്റെ സ്വർണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോകും? എൻ്റെ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്, മകളുടെ കല്യാണം കാണാനുണ്ട്, മകളുടെ കുഞ്ഞിൻ്റെ താരാട്ടാനുണ്ട്, മകളുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്ന് പോയാൽ മതി. നോക്കൂ, എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരോട് ചോദ്യം, മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്? വീട് പണിയുമ്പോൾ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ട്? അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയും അത്തരം ടെൻഷനുകൾ ഇനിയും നിങ്ങൾ കൊണ്ടു നടക്കുന്നു അല്ലേ? പുതിയ പുതിയ ടെൻഷനുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇല്ല, ഇനി നമുക്ക് വേണ്ടത് ടെൻഷനുകളല്ല, പകരം ശരണാഗതിയാണ്. എന്താണ് ശരണാഗതി? ഇപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത എത്ര കാര്യങ്ങളും കേറി നിങ്ങൾ നടക്കുന്നു, എത്ര പേരോട് പരിഭവങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് കൊണ്ട് നടക്കുന്നു എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. പൊറുക്കാൻ പറ്റാത്ത എത്ര പേര് ഈ കാലത്തും നിങ്ങളുടെ ജീവിതത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 15 വയസ്സിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴും നിങ്ങൾ പരിഭവം കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ? ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മാത്രമേ സാധിക്കൂ.
കാരണം എന്താണെന്നറിയോ? മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആ ഭാണ്ഡക്കെട്ടുകൾ തയ്യാറാക്കുമ്പോൾ ലഗേജ് കുറഞ്ഞാലേ യാത്ര സുഖകരമാകൂ എന്ന്. പഞ്ചപാണ്ഡവർ തിരിച്ചു പോകുമ്പോൾ ഓരോ ഭാണ്ഡങ്ങളും ഇറക്കി വെച്ച് ഇറക്കി വെച്ച് ഇറക്കി വെച്ച് യാത്ര പോകുമ്പോൾ ഓരോ ആളും വീണുകൊണ്ടേയിരുന്നു. എല്ലാത്തിനോടും ക്ഷമിക്കുകയും പൊറുക്കുകയും നടന്ന ഒരാൾ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ എത്താൻ സാധിച്ചുള്ളൂ. ഇവിടെയാണ് നമ്മുടെ നാമജപത്തിന്റെ വീണ്ടും പ്രത്യേകതകൾ വരുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരോടാണ് പറയുന്നത്, ഓം നമോ നാരായണായ, ഓം നമ ശിവായ. എല്ലാ പരാതികളുടെയും അടിസ്ഥാനം, എല്ലാ പരാതികളുടെയും അവസാനം നിങ്ങൾക്ക് ഇതിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിലൂടെ മാത്രമാണ് നമ്മുടെ മനസ്സിന്റെ ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നത്. ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മനസ്സിൽ നിന്നൊരു കുളിർമ, ഒരു നല്ല തെളിഞ്ഞ പ്രകാശം ഇങ്ങനെ പൊങ്ങി വരുന്നത് അനുഭവിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ മോക്ഷത്തിലേക്കുള്ള വെളിച്ചം. ആ വെളിച്ചത്തിന്റെ നോക്കി അങ്ങ് നടന്നാൽ മാത്രം മതി അവിടെ ഈശ്വര ചരണങ്ങളിൽ എത്താൻ. മറ്റൊരു വഴിയും തേടേണ്ടതില്ല, അതിലൂടെ മാത്രം സംഭവിക്കും. ഇതാണ് നമ്മുടെ മനസ്സാകുന്ന ഇരുട്ടിൽ നിന്നും ആ ആദ്യം പറഞ്ഞ ദൈവീകമായിട്ടുള്ള ആ നമ്മുടെ ആ ദൈവത്തിന് ചുവട്ടിലേക്കുള്ള യാത്ര. നോക്കൂ, ഞാൻ ചെറുതൊരു ഉദാഹരണം പറഞ്ഞു പോകാം. നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലേ? എല്ലാവർക്കും അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ മാത്രമാണ് ഭഗവാന്റെ മടിയിൽ തലചായ്ക്കാൻ പോകുന്ന യാത്രയാണ് മരണം എന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ എവിടെയും ഭഗവാന്റെ ചരണങ്ങളിൽ നിങ്ങൾക്ക് തലചായ്ക്കാൻ സാധിക്കില്ല. ഇതിലൂടെ മാത്രമേ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പേടി തോന്നുമോ? ഇല്ല എന്നല്ലേ? പലർക്കും തോന്നും, ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മരണത്തെപ്പറ്റി സംസാരിക്കുന്നു, എന്തൊരു മോശമാണ്, നെഗറ്റീവാണ്, എന്തിനാണ് സംസാരിക്കുന്നത്? മരണം നെഗറ്റീവല്ല, സത്യമാണ്. അതുകൊണ്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, മരണം എന്ന് പറയുന്നത് ഇരുട്ടല്ല, അത് ജ്യോതിഷിലേക്കുള്ള വാതിലാണ് എന്നുള്ളതാണ്. മൃത്യോർമ അമൃതം ഗമയ എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. മൃത്യുവല്ല, മൃത്യോർമ അമൃതം ഗമയ. മരണത്തിൽ നിന്ന് എന്നെ അമൃതത്തിലേക്ക് നയിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക്. അപ്പോൾ ഓരോ ദിവസവും സന്തോഷകരമായി ജീവിക്കാൻ ഈ ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. അമൃതം ഗമയ. ഉരുവിട്ടുകൊണ്ടേയിരിക്കൂ. ഓം നമ ശിവായ, ഓം നമ ശിവായ, അമൃതം ഗമയ. അപ്പോ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും നേരം സംസാരിച്ച് നിങ്ങൾക്ക് അല്പമെങ്കിലും സമാധാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഓം ശാന്തി ഒന്ന് എല്ലാവരും ഒന്ന് എഴുതിയേ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. താഴെ കമന്റ് ആയിട്ട് എല്ലാവരും ഒന്ന് എഴുതിയേ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. അപ്പോ നിങ്ങളുടെ ശാന്തി എല്ലാവർക്കും സംഭവിക്കട്ടെ. എല്ലാവരും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാൻ സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, സംസാരം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കുക. നമുക്ക് ഈ പുണ്യമായ യാത്രയിലേക്ക് നടന്നെടുക്കാം. നന്ദി.